മാന്യമഹാജനങ്ങളെ, മാതകറാണി മാധുരി ദേവിയുടെ മനോഹര നൃത്തം ആരംഭിക്കുവാൻ പോകുന്നു. നിരാശരാകാതെ ടിക്കറ്റ് എടുത്ത് ഉടനുടൻ അകത്ത് കയറുക. മാതകറാണി മാധുരി ദേവിയുടെ മനോഹര നൃത്തം. എന്താടി എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തു. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കൊന്ന് സുഖിച്ചു കളയാം. നീ പോയി ഒരു ഗ്ലാസും ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ. വേണ്ട വേണ്ട, ഇപ്പോഴിവിടെ കുടിക്കാൻ കിടക്കി ഒന്നും വേണ്ട. എന്ത് പറ്റി? ദാമോട്ടനെ ഇവിടെ വെച്ച് പോലീസുകാർ കണ്ടാ അവരെന്നെ ജീവനോടെ വെച്ചേക്കില്ല. എടീ, പോലീസുകാർ എന്നെ കാണാനും പോകുന്നില്ല, പിടിക്കാനും പോകുന്നില്ല. ഇങ്ങോട്ട് വാന്നേ, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. നിന്റെ ആഗ്രഹമാണെങ്കിൽ ഞാൻ മാറി നിന്നേക്കാം. ഏതായാലും കുറച്ച് രൂപ കൂടെ. അല്ലേ, 200 രൂപയും കൊണ്ട് പോയത് മുഴുവനും ചെലവാക്കിയോ? കാർത്തിയായനി, പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത രൂപ 7000 നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്, അത് മറക്കരുത്. ഇന്നാ ഇതൂടെ വെച്ചോ. ഓട്ടെ.
പശുവിനെ കൊണ്ട് എങ്ങോട്ടാ? വിൽക്കാൻ. പരമുള്ളയുടെ രൂപ കൊടുക്കാൻ വേറെ ഒരു വഴിയുമില്ല. എന്നാലേ അതിന്റെ ആവശ്യമില്ല. കള്ളനെ തൊണ്ടി സഹിതം പിടിച്ച് പോസ്റ്റ് ഓഫീസ് തടയി നിർത്തിയിട്ടുണ്ട്. കുറുപ്പ് സാർ വേഗം അങ്ങോട്ട് വാ. മോളെ നമസ്കാരം. പോസ്റ്റ് ഓഫീസ് തുറക്കൂ. എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? പുറകിലൂടെ കയറി ഓടലക്കിയ. എപ്പോഴായിരുന്നു? രാത്രി 10 മണിക്ക് ശേഷം. നീ എന്നോട് ഇത് ചെയ്തല്ലോടാ മഹാപാപി. ഇതാണ് അവൻ മോഷ്ടിച്ച പണം. ഇതിൽ 300 രൂപ ചെലവാക്കിയിട്ടുണ്ട്. 300 രൂപയ്ക്ക് വേണമെങ്കിൽ ഇവന്റെ 3 വാരിയല്ലേ ഞാൻ ഊരിത്തരാൻ കുറിപ്പ് സാറേ. അയ്യോ, എന്റെ കണ്ണും വെട്ടത്ത് വെച്ച് അത് ചെയ്യല്ലേ സാറേ. പരമുള്ളേ, ഇതാ കുറവുള്ളൂ, ഞാനങ്ങ് തന്നോളാം. വേണ്ട, അത് ഞാനങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ കാശ് കിട്ടി. ആ കൈവിശം കാർത്തിയാനി കൂടെ കിട്ടിയിട്ട് വേണം ഇവന്റെ സകല കളവ് തെളിയിക്കാൻ. അവൾ ഒളിവില. സാർ എനിക്ക് ഇത് തന്നെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ശാരദയാണ് ഞങ്ങളെ സഹായിച്ചത്. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ശാരദയ്ക്ക് പറ്റിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പോഴാണ് സമാധാനമായത്. മോഷണം പോയ പണം തിരിച്ചു കിട്ടി, കൊടുക്കണ്ടാക്കി തിരിച്ചു കൊടുത്തു, കള്ളനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. സന്തോഷമായി. അപൂർവ സഹോദരികൾ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ. ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദേവന് അർച്ചന നടത്താൻ പോയതാ. ദേവനോടൊപ്പം മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യർക്ക് ആരെങ്കിലും അർച്ചന നടത്താറുണ്ടോ? അതില്ല, ഒരു നന്ദി വാക്കെങ്കിലും പറയാമല്ലോ. ഒരു 100 വട്ടം പറയാം, പോരെ? ഞാനും ഒരു ഈശ്വരവിശ്വാസിയാ. പൂവും പ്രസാദവും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. ഞാൻ തരാം. ഇതാ. ആ കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ കുറുപ്പ് സാർ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തരണം. അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കാം. വേണ്ട, നാളെ ഞാൻ എച്ചിറയിൽ കൊടുത്തയക്കാം. ആ ഇൻസ്പെക്ടർ ഒരു സരസനാണ്. ഇല്ലടി സരതി, നല്ല സരസനാ. എന്നെ ചോദ്യം ചെയ്തപ്പോ അയാളുടെ മുഖം കാണേണ്ടിയിരുന്നു, കടുവയെ പോലെ. പിന്നെ നിന്നോട് കൊഞ്ചുകൊണ്ട് ചോദിക്കണോ? ഏതായാലും കള്ളനെ കയ്യോട് പിടിച്ചില്ലേ? കള്ളനാരെന്ന് ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്? പറഞ്ഞത് നീയാണെങ്കിലും പിടിച്ചത് ഇൻസ്പെക്ടർ അല്ലേ? അതയാളുടെ ഡ്യൂട്ടിയാ. എന്ത് ഡ്യൂട്ടി ആയാലും നമ്മുടെ പൊന്നും പശുവും പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് തന്നെയാ. എന്നാലേ ആ മിടുക്കിന് നീ തന്നെ കിട്ടിക്കോ.
അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. അച്ഛാ, സാറെന്താണോ രാവിലെ ഇങ്ങോട്ട്? ഈ സ്റ്റേറ്റ്മെന്റിലൊന്ന് ഒപ്പിട്ട് തരണം. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. കുറുപ്പ് സാറിനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താണാവോ? ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. തൽക്കാലം സ്റ്റേഷന്റെ പുറകിലാണ് താമസം. ഒരു വീട് അന്വേഷിച്ച് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. സാർ ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിച്ച ആളല്ലയോ, ഞാൻ ഇന്നെ അന്വേഷിക്കാം. സാറിന് താമസിക്കാൻ പറ്റിയ വീട് ഇവിടെ ഏതാ ഉള്ളത്? എനിക്കങ്ങനെ വലിയ വീട് വേണമെന്നൊന്നുമില്ല. 2 മുറി അടുക്കളയും മതി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മേ, ആ തഹസിൽദാരുടെ വീട് ഒഴിഞ്ഞു കിടക്കുക. എവിടാ? ഇവിടെ അടുത്താ. ഇന്ന് തന്നെ അന്വേഷിച്ച് വിവരം അറിയിക്കാം. വലിയ വാടക കൊടുക്കേണ്ടി വരുമോ? പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് വലിയ വാടക കൊടുക്കേണ്ടി വരില്ലായിരിക്കും. ഇത് ഒപ്പിട്ട് സ്റ്റേഷനിൽ തന്നാൽ മതി. ഞാൻ പറ്റേ. അമ്മേ, കാപ്പി. സാറേ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. നല്ല മധുരം. അയ്യോ, പഞ്ചസാരയിടാൻ മറന്നുപോയി. എന്താടി, ഇന്നും സമരമാണോ? അല്ല, ഞാൻ ഇന്ന് അവധിയെടുത്തു. ആ, നമ്മുടെ ഇൻസ്പെക്ടർക്ക് വീട് അന്വേഷിക്കാൻ പോയതാ. ആ തഹസിൽദാരുടെ വീട് തന്നെ കിട്ടി. ദേ, കയ്യോട്ട് താക്കോലും വാങ്ങി. ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. എവിടെ? പോലീസ് സ്റ്റേഷനിലോ? അതെ. നിനക്ക് നാണല്ലേ? എന്തിന്? നമ്മളെ സഹായിച്ച ആളല്ലേ, ഒരു ഉപകാരം ചെയ്തൂടെ? വേണ്ട വേണ്ട, താക്കോലും ഞാൻ നേരെ അച്ഛൻ കൊടുത്തോളൂ. ആ, കുറുപ്പ് സാറിനെ കണ്ടത് നന്നായി. എന്താ? എന്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്. എന്റെ അക്കൗണ്ടിൽ ഒന്ന് അടച്ചാരം. നാളെ രാവിലെ 9 മണിക്ക് ആഫീസിൽ കൊണ്ടുവന്നാൽ മതി. അല്ല, അവിടം വരെ നടക്കണ്ടെന്ന് കരുതിയാ പറഞ്ഞത്. സർക്കാർ പണം ആഫീസിൽ സൂക്ഷിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. അന്നുള്ള മെയിലിൽ ഹെഡ് ഓഫീസിൽ എത്തിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ഒരു മോഷണം നടന്നതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് തീ തിന്നു. എന്റെ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. അത് നളിനിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അവളോട് ചോദിച്ചാൽ മതി. ആരായാലും എനിക്ക് വീട് കിട്ടിയാ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. നളിനി ഇപ്പോ എവിടെ കാണും? ഇപ്പൊ തന്നെ കാണണമെങ്കിൽ സ്കൂളിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ ഡ്യൂട്ടിയില്ല. ഒന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ മതി. നാളെ വരാം. എനിക്കതിനൊന്നും നേരമില്ല. ഓഹോ, ഞാൻ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തതിന്റെ അവരം വീട്ടിലായിരിക്കും. പിന്നല്ലാതെ കൊലപ്പുള്ളികളെ ചോദ്യം ചെയ്യുന്ന പോലല്ലേ എന്നോട് ചോദിച്ചത്. ഞാനൊന്ന് വരട്ടി നോക്കിയതല്ലേ. അങ്ങനെയൊന്നും വരലുന്ന കൂട്ടത്തിലല്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. ഓളെ നന്ദി വല്ലതും പറഞ്ഞോ? തഹസീൽദാരുടെ വീടിന്റെ താക്കോലിവിടെ തന്നിട്ടുണ്ട്. വലിയ ഉപകാരം. അയ്യോ വേണ്ട സാറേ, കുറച്ചാളൊരു പൂട്ടിയിട്ടിരിക്കുന്ന വീടാ. ഞാൻ ഒന്ന് വൃത്തിയാക്കിയിടാം. ശരി, പോട്ടെ. മോളെ